ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, US-ൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര നരക തുല്യമായിരുന്നു എന്നാണ് മടങ്ങിയെത്തിയ ഇന്ത്യക്കാർ പറഞ്ഞത്. നാടുകടത്തപ്പെട്ട 104 പേരിൽ 19 പേര് സ്ത്രീകളും 13 പേര് പ്രായപൂർത്തിയാകാത്തവരുമായിരുന്നു ഉണ്ടായിരുന്നത്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടാണ് അമേരിക്ക നാടുകടത്തിയതെന്നും അമൃത്സറിൽ എത്തിയ ശേഷമാണ് ഇവ അഴിച്ചതെന്നും സൈനിക വിമാനത്തിലെത്തിയവർ മാധ്യമങ്ങളോട് പറഞ്ഞു. US സൈനിക വിമാനത്തിൽ കയറുമ്പോൾ തുടർച്ചയായി 40 മണിക്കൂർ വാഷ്റൂം ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ല എന്നും അവർ പറഞ്ഞു. യാത്ര നരകത്തേക്കാൾ മോശമായിരുന്നു എന്ന് 40-കാരനായ ഹർവീന്ദർ സിംഗ് വിശേഷിപ്പിച്ചു. ആവർത്തിച്ചിട്ടുള്ള അഭ്യർത്ഥനകൾക്ക് ശേഷമാണ് ഞങ്ങളെ ശുചിമുറിയിലേക്ക് പോകാൻ അനുവദിച്ചത്. ജോലിക്കാർ ശൗചാലയത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളെ അകത്തേക്ക് തള്ളിവിടും, ഹർവീന്ദർ സിംഗ് പറഞ്ഞു. കൈകൾ കെട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരായതുകൊണ്ട് 40 മണിക്കൂർ ആളുകൾക്ക് ശരിയായി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഴുവൻ യാത്രയും ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തിയെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 2:05 അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത്. C-17 US സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാടുകടത്തിയത്. ഞങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഞങ്ങളെ ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ കൈകളും കാലുകളും ചങ്ങലയിൽ ബന്ധിച്ചു. ഇവ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് നീക്കം ചെയ്തത്. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള 36-കാരനായ ജസ്പാൽ സിംഗ് വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞു. അതേസമയം അമേരിക്കൻ സൈനിക വിമാനത്തിൽ മടങ്ങിയെത്തിയവരെ വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നത് എന്ന വാദം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തള്ളിക്കളഞ്ഞു. ഗ്വാട്ടിമാലയിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ദൃശ്യമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച അനധികൃത കുടിയേറ്റക്കാരുടേത് എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന PIB വിശദീകരിച്ചു. അമേരിക്ക മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചത് എന്ന് പഞ്ചാബ് സർക്കാരും അറിയിച്ചു. അനധികൃതമായി കുടിയേറിയ ആളുകളെ അവിടുത്തെ ജയിലിൽ പോലും പാർപ്പിക്കാതെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പൂമാലയിട്ട് കൊണ്ടുവരണമായിരുന്നത്രേ. തന്നെയുമല്ല, അവര് മര്യാദയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനെങ്കിലും ഒരു മര്യാദ കാണിച്ചു. എന്നിട്ട് ഫേക്കായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനും ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരപ്പ ആരാണ്? ശരിക്കും ഇവരെ കുറിച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അല്ല കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം ഏതെല്ലാം രൂപത്തിലാണ് ഇവർ ഈ രാജ്യത്തെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. US-ൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായി തൽക്കാലം കൂടുതൽ സൈനിക വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. നാട് കടത്തുന്ന ആളുകളെ കൊണ്ടുവരുന്ന കൂടുതൽ വിമാനങ്ങൾ ഉടനെ ഒന്നും അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ല അത്രേ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടക്കുന്ന ചർച്ച വരെ കൂടുതൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാൽ US-ന്റെ സൈനിക വിമാനങ്ങൾ തടയുമോ എന്നതിൽ കേന്ദ്ര സർക്കാർ വ്യക്തമായ നിലപാട് ഇതുവരേക്കും എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം സൈനിക വിമാനത്തിൽ അമേരിക്കയിൽ നിന്നെത്തിച്ച ഇന്ത്യക്കാരുടെ സംഘത്തിൽ 6 വർഷമായി അവിടെ തങ്ങുന്ന ഒരു കുടുംബവും ഉൾപ്പെട്ടതായി വിവരമുണ്ട്. തിരിച്ചെത്തിയ ഭൂരിപക്ഷം പേരും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ US-ൽ കടക്കാൻ നോക്കിയവരാണ്. 13 രാജ്യങ്ങൾ കടന്നിട്ടാണ് US അതിർത്തിയിൽ എത്തിയത് എന്ന് നാട് കടത്തിയ ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്തിനുള്ളിൽ വിലങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ച് കൂടുതൽ സ്ത്രീകളും രംഗത്ത് വന്നു. എന്നാൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൊടും ക്രിമിനലുകളെ പോലെ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് ഇന്ത്യയിൽ എത്തിച്ച അമേരിക്കൻ നടപടിയെ ഇന്ത്യ സ്വാഗതം ചെയ്തു. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? 2009 മുതൽ അനധികൃതമായി കുടിയേറിയവരെ അമേരിക്ക തിരിച്ചയക്കുന്നുണ്ടെന്നും ഇത് ആദ്യത്തെ സംഭവം അല്ല എന്നുമായിരുന്നു രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ നടത്തിയ പ്രസ്താവന. ഇപ്പൊ ബംഗ്ലാദേശികൾ അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയവരാണ്. ഇവരെ എന്ത് ചെയ്യണം? പൂമാലയിട്ട് കൊണ്ടുപോയി ബംഗ്ലാദേശിലേക്ക് ഇറക്കി കൊടുക്കണം. ആ രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ചേക്കേറിയതാ. ഇവിടെ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ചേക്കേറിയവരെയാണ് ഈ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്, സാധാരണക്കാരെയല്ല. വിമാനത്തിലെത്തിയ പുരുഷന്മാരെയാണ്
കയ്യിലും കാലിലും വിലങ്ങണിയിച്ചിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി കുടിയേറിയവരെ തിരിച്ചയക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് രാജ്യത്തിന്റെ ബാധ്യതയാണ്. നടപടികൾ സ്വീകരിക്കട്ടെ. സൈനിക വിമാനത്തിൽ 104 ഇന്ത്യക്കാരെ എത്തിക്കുന്ന വിവരം നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം നടപടികൾ അമേരിക്കയെ പ്രതിഷേധം അറിയിക്കും എന്നും മന്ത്രിസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല, നീതീകരിക്കാനും പറ്റില്ല. ഭീകരരെ പോലെ ഇന്ത്യക്കാരെ അപമാനിച്ചിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ് എന്ന ആരോപണം ഉയർത്തി പ്രതിപക്ഷം രംഗത്തുണ്ട്. സ്വന്തം രാജ്യത്ത് ഇങ്ങനെ അപമാനിതരാക്കി അവരെ എത്തിച്ചിട്ടും അവർ കൂടുതൽ അപമാനിക്കപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം അറിയിച്ചത്. അമേരിക്കൻ സൈനിക വിമാനത്തിലെത്തിയവരെ ഹരിയാന സർക്കാർ ജയിൽ വാഹനങ്ങളിലായിട്ടാണ് കൊണ്ടുപോയത്. അപ്പോഴോ അവർ സൈനിക വിമാനത്തിലാണ് കൊണ്ടുവന്നിറക്കിയത്. കൊടും കുറ്റവാളികൾ ഒരു രാജ്യത്ത് പോകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമാവലികൾ അംഗീകരിക്കണ്ടേ? അവരെ പൂമാലയിട്ട് സ്വീകരിക്കണമായിരുന്നു. പിന്നെ പ്രധാനമന്ത്രി മോദി ട്രംപുമായി നടത്തുന്ന ചർച്ചകളിൽ ഇത് ഉന്നയിക്കുമോ എന്ന് ശിവസേനയുടെ ചോദ്യം കൂടിയായപ്പോൾ സഭ ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന തൃപ്തകരമല്ലെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. സ്ത്രീകളും കുട്ടികളും അടക്കം 104 പേരെയാണ് അമേരിക്കൻ സൈനിക വിമാനമായ ഗ്ലോബ് മാസ്റ്ററിൽ ഇന്ത്യയിൽ എത്തിച്ചത്. പലയിടത്തേക്കും ഇങ്ങനെ വിലങ്ങ് വെച്ച അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുന്ന അമേരിക്കൻ നടപടിക്കെതിരെ ലോകമാകെ പ്രതിഷേധം മുഴങ്ങുമ്പോഴാണ് ഇത്തരം നടപടിയെ ന്യായീകരിച്ച് ഇന്ത്യ രംഗത്ത് വന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കാതെ ആ രാജ്യത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ആ രാജ്യത്തേക്ക് അനധികൃതമായി നിയമാനുസൃതമല്ലാതെ കുടിയേറി പാർക്കുകയും പിന്നീട് ആ രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിലങ്ങ് വെച്ച് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ജയിലുകളിലായിരുന്നു പോറ്റേണ്ടത്. വെറുതെ ഇവരെ തീറ്റി പോറ്റണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്വന്തം രാജ്യത്തേക്ക് തന്നെ നാട് കടത്തിയത്. സമാനതകളില്ലാത്ത ദുരനുഭവങ്ങളാണ് തങ്ങൾക്കുണ്ടായത് എന്ന് US-ൽ നിന്ന് നാട് കടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ പറയുന്നു. അവർ വിചാരിച്ചത് ഇങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ അവരെ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആക്കിക്കൊണ്ടിരുത്തുമെന്നായിരുന്നു ഇവർ വിചാരിച്ചത്. അങ്ങോട്ടേക്ക് അനധികൃതമായിട്ട് ചേക്കേറിയത്. നരകത്തെക്കാൾ ഭയാനകമായിരുന്നു അനുഭവിച്ച വേദന എന്ന് 40-കാരനായ ഹർവീന്ദർ സിംഗ് പറഞ്ഞു. അദ്ദേഹം സ്വർഗം പ്രതീക്ഷിച്ച് പോയതാണ് നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട്. അമൃത്സർ എയർപോർട്ടിൽ എത്തുന്നതുവരെ കാലുകളും കൈകളും ബന്ധിച്ച നിലയിലായിരുന്നു. ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാൻ സാധിച്ചില്ല. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ശൗചാലയം ഉപയോഗിക്കാൻ അനുവദിച്ചത്. 14 മണിക്കൂർ കാര്യമായി ഒന്നും കഴിക്കാൻ പോലും പറ്റിയില്ല. വിലങ്ങണിഞ്ഞ് തന്നെ ഭക്ഷണം കഴിക്കാൻ അവർ നിർബന്ധിച്ചു. കുറച്ച് സമയത്തേക്കെങ്കിലും വിലങ്ങ് അഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേട്ടതായി പോലും ഭാവിച്ചില്ല. വിമാന ജീവനക്കാരിൽ ചിലർ പഴങ്ങൾ നൽകി ശാരീരികമായി മാത്രമല്ല മാനസികമായും ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുമ്പോൾ 40-കാരനായ ഹർവീന്ദർ സിംഗിന്റെ കണ്ണുകൾ നിറഞ്ഞു. അകന്ന ബന്ധുവാണ് US-ൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഹർവീന്ദറിനെ ക്ഷണിച്ചത്. ആകെ ഉണ്ടായിരുന്ന ഭൂമി വിറ്റ് 42 ലക്ഷം ബന്ധുവിന് കൈമാറി. യാത്ര തിരിച്ച ഹർവീന്ദർ 8 മാസത്തോളമാണ് വിവിധ രാജ്യങ്ങളിലായി അലയേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഹർവീന്ദർ അടക്കം 104 പേരെയാണ് അമേരിക്കൻ വ്യോമസേനയുടെ വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചത്. നാട്ടിലുണ്ടായിരുന്ന സർവ്വസമ്പാദ്യവും വിറ്റും പണയപ്പെടുത്തിയും നല്ല ജീവിതം സ്വപ്നം കണ്ടിറങ്ങിയവരുടെ ദുരിതങ്ങൾ മനസ്സലിയിപ്പിക്കുന്നതാണ്. അവര് കബളിപ്പിക്കപ്പെട്ടതാണ്. ജനുവരി 2-നാണ് പഞ്ചാബ് ബോലാത്തിൽ നിന്ന് ലവ്പ്രീത് കൗർ എന്ന 10 വയസ്സുകാരനായിട്ടുള്ള മകനുമായിട്ട് അമേരിക്കയ്ക്ക് തിരിച്ചത്. മകന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ് സമ്പാദ്യമെല്ലാം നുള്ളിപ്പെറുക്കി യാത്ര തിരിച്ചത് എന്ന് പറയുമ്പോൾ ലവ്പ്രീത് കൗറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഏജന്റിന്റെ ഉറപ്പിന്മേൽ ലവ്പ്രീത് 1 കോടി രൂപയാണ് കൈമാറിയത്. അമേരിക്കയിലേക്ക് നേരിട്ടെത്തിക്കാമെന്ന് പറഞ്ഞ ഏജന്റ് പിന്നീട് നിലപാട് മാറ്റി. ഏതാനും പേരടങ്ങിയ സംഘത്തെ കുപ്രസിദ്ധമായ ഡങ്കി പാതയിലൂടെയാണ് കൊണ്ടുപോയത്. ഇന്ത്യയിൽ നിന്ന് സംഘത്തെ ആദ്യം എത്തിച്ചത് കൊളംബിയയിലെ മെഡലിനിലായിരുന്നു. അവിടെ 2 ആഴ്ചയോളം കഴിയേണ്ടി വന്നു. തുടർന്ന് എൽസാൽവഡോറിന്റെ തലസ്ഥാനമായ സാൻ സാൽവഡോറിലേക്ക് വിമാനമാർഗം എത്തിച്ചു. അവിടെ നിന്ന് 3 മണിക്കൂറോളം യാത്ര ഗ്വാട്ടിമാലയിലെത്തി. ടാക്സികളിൽ കയറി മെക്സിക്കൻ അതിർത്തിയിൽ എത്തിച്ചു. അവിടെ 2 ദിവസം താമസിച്ച സംഘത്തെ ജനുവരി 27-ാം തീയതിയാണ് അമേരിക്കൻ അതിർത്തിയിൽ എത്തിച്ചതിന് പിന്നാലെ ഇവർ അമേരിക്കൻ അതിർത്തി സംരക്ഷണ സേനയുടെ
പിടിയിലായ ഉടൻ തന്നെ മൊബൈലുകളിൽ നിന്ന് സിം കാർഡുകൾ നീക്കാൻ നിർദ്ദേശിച്ച സേനാംഗങ്ങൾ ആഭരണങ്ങൾ അടക്കം ഊരി വാങ്ങി. 5 ദിവസം ക്യാമ്പിൽ പാർപ്പിച്ചു. ഫെബ്രുവരി 2-ാം തീയതി അരയിൽ നിന്ന് കാലുവരെയും കൈകളുമൊക്കെ ബന്ധിച്ചു. കുട്ടികളെ മാത്രമാണ് അവർ വെറുതെ വിട്ടതെന്നും കൗർ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം സമർത്ഥമായി ഉപയോഗിച്ചിട്ടാണ് ഏജന്റുമാർ ഇരകളെ കണ്ടെത്തിയിരുന്നത്. തെറ്റിദ്ധരിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകിയും പ്രലോഭിപ്പിച്ച ശേഷം വൻ തുക ഇവരിൽ നിന്ന് കൈക്കലാക്കിയാണ് രാജ്യത്തിന് പുറത്തെത്തിച്ചിരുന്നത്. നന്ദി.